സ്നേഹം, ദിവ്യസ്നേഹം, സ്നേഹം, ദിവ്യസ്നേഹം. വെളിപ്പാട് പുസ്തകം 5-ാം അധ്യായം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. ഞാൻ സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം കണ്ടു. ആ പുസ്തകം തുറപ്പാനും അതിന്റെ മുദ്ര പൊട്ടിപ്പാനും യോഗ്യൻ ആരുള്ളൂ എന്നു അത്യുച്ചത്തിൽ ഘോഷിക്കുന്ന ശക്തനായൊരു ദൂതനെയും കണ്ടു. പുസ്തകം തുറപ്പാനോ നോക്കുവാനോ സ്വർഗത്തിലും ഭൂമിയിലും ഭൂമിക്ക് കീഴിലും ആർക്കും കഴിഞ്ഞില്ല. പുസ്തകം തുറന്നു വായിപ്പാനെങ്കിലും അത് നോക്കുവാനെങ്കിലും യോഗ്യനായി ആരെയും കാണായിക കൊണ്ട് ഞാൻ ഏറ്റവും കരഞ്ഞു. എന്താണ് പറയുന്നത്? സിംഹാസനത്തിൽ ഇരിക്കുന്നവന്റെ വലം കൈയിൽ അകത്തും പുറത്തും എഴുത്തുള്ളതായി 7 മുദ്രയാൽ മുദ്രയിട്ടൊരു പുസ്തകം ഉണ്ട് എന്ന്. നമ്മൾ പോസ്റ്റ് ഓഫീസിലൊക്കെ ചെല്ലുന്ന സമയത്ത് അവർ സീൽ ചെയ്യാനിടയാം പോസ്റ്റുകളിൽ. അതുപോലെ മുദ്ര ചെയ്തതായിട്ടുള്ള പുസ്തകം കണ്ടു. ആ മുദ്ര ആർക്കും തന്നെ പൊട്ടിക്കുവാൻ കഴിയില്ല. അധികാരിക്ക് മാത്രമേ അധികാരമുള്ളൂ. ആർക്കാണോ അതിൻ്റെ മേൽ അധികാരമുള്ളത് ആ വ്യക്തിക്ക് മാത്രമേ അത് ചെയ്യുവാൻ കഴിയുള്ളൂ. ഇവിടെയൊരു ലോകത്തിന്റെ ഭാവിയെ സൂചിപ്പിച്ചിട്ടുള്ളതായ വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായ ഒരു ഗ്രന്ഥമുണ്ട്. അതിനെ തുറക്കുവാൻ ആർക്ക് കഴിയും എന്ന് സ്വർഗത്തിലുള്ള എല്ലാവരും നോക്കുകയാണ്. ദൈവദൂതന്മാർ അവിടെ നോക്കി നിൽക്കുകയാണ്. അക്കൂട്ടത്തിൽ യോഹന്നാനും ഉണ്ടായിരുന്നു. യോഹന്നാനും അവിടെ നിന്ന് നോക്കുകയാണ്. എല്ലാവരും നോക്കുകയാണ്, ആരാണ് ഇത് തുറക്കുന്നതെന്ന്. അപ്പോൾ അവർക്ക് മനസ്സിലായി, ആർക്കും ഇത് തുറക്കുവാനുള്ളതായ അധികാരമില്ല എന്ന്. ഗബ്രിയേൽ വന്ന് തുറക്കാൻ ശ്രമിച്ചപ്പോൾ പറഞ്ഞു, നിന്നെ കൊണ്ട് കഴിയില്ല എന്ന്. മീഖായേൽ വന്ന് പരിശ്രമിച്ചപ്പോൾ പറഞ്ഞു, നോ, നിന്റെ പണി അതല്ല എന്ന്. ബാക്കിയുള്ള ദൈവത്തിന്റെ ദൂതന്മാരാകട്ടെ, അന്നുള്ളതായ 24 മൂപ്പന്മാരാകട്ടെ, ആർക്കും തന്നെ അതിന് യോഗ്യത ഉണ്ടായിരുന്നില്ല. ആരും തുറക്കാതിരിക്കുകയാണെങ്കിൽ ഈ ലോകത്തിന്റെ ഭാവി എന്തായിത്തീരും? ഇവിടുത്തെ ജനത്തിന്റെ ഭാവി എന്തായിത്തീരും? ആത്മാക്കളുടെ ഭാവി എന്തായിത്തീരും? വാട്ട് നെക്സ്റ്റ്? ഈ ലോകത്തിന്റെ അവസ്ഥ എന്തായി തീരും എന്ന ചോദ്യം വന്നു. പഞ്ചഭൂതങ്ങളെല്ലാം ഒഴിഞ്ഞു പോയതിനു ശേഷം നാം ബാക്കിയുള്ള ജനത്തിന്റെ കാര്യം, കർത്താവിൽ ആശ്രയിക്കുന്നവരുടെ കാര്യം എന്തായിത്തീരും? സൃഷ്ടിയുടെ അവസ്ഥ എന്തായിത്തീരും എന്നുള്ള വിഷയങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നതായ പുസ്തകം തുറക്കുവാനുള്ളതായ യോഗ്യത ആർക്കും ഇല്ലാതെയിരുന്നതായ സമയത്ത് അത് കണ്ടതായ യോഹന്നാൻ ഉറക്കെ കരയുവാനിടയായി. ആരും ഇല്ലേ? കരയണ്ട, ഇതാ യഹൂദ ഗോത്രത്തിന്റെ സിംഹം 7 മുദ്രകളും പൊട്ടിച്ച് പുസ്തകം തുറക്കാൻ കഴിവുള്ളവനാണ്. ഇതാ യേശു ക്രിസ്തു. ആരാണ് യഹൂദ ഗോത്രത്തിന്റെ സിംഹം? ഇതാ യേശു കർത്താവ്. നിങ്ങളുടെ രോഗത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ പാപത്തിൽ നിന്ന് നിങ്ങളെ വിടുവിക്കുന്നതിന് വേണ്ടി, നിങ്ങളുടെ ദുഃഖങ്ങളെല്ലാം തീർക്കുന്നതിനായിട്ട്, നിങ്ങളുടെ പ്രശ്നങ്ങളെല്ലാം മാറ്റുന്നതിന് വേണ്ടി, നിങ്ങളുടെ ഭാവിയെ നന്നാക്കിയെടുക്കുവാൻ ജയാളിയായ യേശു ക്രിസ്തു ഉണ്ട് എന്ന് കേട്ടപ്പോൾ യോഹന്നാൻ കണ്ണുകൾ ഉയർത്തി നോക്കി. ആര് കാണപ്പെട്ടുവെന്ന് നോക്കുക. 6-ാം വാക്യം, ഞാൻ സിംഹാസനത്തിന്റെയും 4 ജീവികളുടെയും നടുവിലും മൂപ്പന്മാരുടെ മധ്യത്തിലും ഒരു കുഞ്ഞാട് അറുക്കപ്പെട്ടതുപോലെ നിൽക്കുന്നത് കണ്ടു. ആരെയാണ് അവിടെ കാണപ്പെടുവാനിടയായത്? അറുക്കപ്പെട്ടതായ ഒരു കുഞ്ഞാടിനെ അവിടെ കണ്ടു. സ്വർഗത്തിൽ നാം ചെല്ലുമ്പോൾ ആരെയും നമുക്കവിടെ അറിയാൻ കഴിയത്തില്ല. ഒരാളെ മാത്രമേ അറിയാൻ കഴിയൂ. ആരാണ്? എൻ്റെ യേശു ക്രിസ്തു. നിങ്ങൾക്കറിയില്ലേ? എങ്ങനെയാണ് അവനെ അറിയുന്നത്? അറുക്കപ്പെട്ടതായ ഒരു കുഞ്ഞാട് പോലെ. മാംസം വിൽക്കുന്ന ഇടത്ത് ആടിനെ കൊന്നിട്ട് അതിൻ്റെ മാംസം കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്നത് കണ്ടിട്ടില്ലേ? ഇല്ലേ? ആ ആട്ടിൻകുട്ടിയെ കൊന്നിട്ട് അതിൻ്റെ മാംസങ്ങൾ അത് അങ്ങനെ കെട്ടിത്തൂക്കിയിട്ടേക്കുന്നത് നിങ്ങൾ കടയിൽ കണ്ടിട്ടില്ലേ? യേശുക്രിസ്തു എനിക്ക് വേണ്ടിയും നിനക്ക് വേണ്ടിയും അങ്ങനെ ക്രൂശിൽ യാഗമായി തീർന്നു. അവൻ അറുക്കുവാൻ കൊണ്ടുപോകുന്ന ഒരു കുഞ്ഞാടിനെ പോലെ മൗനമായിരിക്കുവാൻ ഇടയായി. ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാടായിട്ട് ഈ ലോകത്തിലേക്ക് വന്നിട്ട് നമ്മുടെ സകലരുടെയും പാപം ചുമന്നുകൊണ്ടു പോകുവാനിടയായി. ഇന്ന് നിന്റെ പാപം ചുമക്കുവാൻ, നിന്റെ പാപം ക്ഷമിക്കാൻ യേശുവിന് അധികാരമുണ്ട്. കാരണം അവൻ ക്രൂശിൽ വരെയും നിന്റെ പാപം ചുമന്നു. ഇന്ന് നിന്റെ പാപത്തിന്റെ മേൽ ജയം നൽകുവാൻ അവന് അധികാരമുണ്ട്. കാരണം പിശാചിനെയും അവന്റെ കൂട്ടാളികളെയും അവൻ തകർക്കുവാനിടയായി. മരണത്തിന്റെ ബലമുള്ള ഹസ്തത്തിൽ നിന്ന് നമ്മെ വിടുവിക്കുന്നതിന് വേണ്ടി മരണത്താൽ തന്നെ അതിനെ ജയിക്കുവാനിടയായി. സ്വർഗത്തിലും നമുക്ക് ഈ ക്രൂശ് കാണുവാൻ കഴിയും. അതാണ് അതിശയം. സ്വർഗത്തിലും ക്രൂശിൽ കിടക്കുന്നതായ യേശുക്രിസ്തുവിന്റെ ദൃശ്യത്തെ നമുക്ക് കാണുവാൻ കഴിയുന്നതാണ്.
നമ്മുടെ പാപത്തിൽ നിന്നും നമ്മളെ വിടുവിക്കുന്നതിന് വേണ്ടി, നമ്മുടെ പ്രശ്നത്തിൽ നിന്നും, നമ്മുടെ രോഗത്തിൽ നിന്നും നമുക്ക് വിടുതൽ നൽകുന്നതിന് വേണ്ടി, ജീവിതകാലം മുഴുവൻ മരണഭയത്തിന് അടിമകളായി പോയ മനുഷ്യകുലത്തെ നിത്യമരണത്തിൽ നിന്ന് വിടുവിക്കുന്നതിന് വേണ്ടി നമുക്ക് വേണ്ടി ലോകത്തിലേക്ക് ഇറങ്ങി വന്ന് ക്രൂശിൽ ജീവനെ കൊടുത്തതായ യേശു, അവൻ യോഗ്യനാണ്, മതിയായവനാണ്. നിന്റെ കഷ്ടത മാറ്റുന്നതിന് വേണ്ടി, നിന്റെ ബുദ്ധിമുട്ട് അകറ്റുന്നതിന് വേണ്ടി, നിന്റെ ഞെരുക്കത്തിൽ നിന്ന് വിടുവിക്കുവാൻ അവൻ ഒരുക്കത്തോടെയായിരിക്കുന്നു. നിങ്ങളാരെങ്കിലും കെണിയിലായിരിക്കുന്നുണ്ടോ? ഞാൻ ഒരുപാട് ആളുകൾക്ക് വേണ്ടി വ്യക്തിപരമായി പ്രാർത്ഥിക്കാറുണ്ട്. അതുകൊണ്ട് എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ ഉണ്ട്. അനേകരുടെ പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാക്കുവാനും അതുകൊണ്ട് കഴിയുന്നു. പരിഹാരത്തിന് വേണ്ടി ബൈബിൾ ഞാൻ തിരയുമ്പോൾ 100 കണക്കിന് പരിഹാരങ്ങൾ ലഭിക്കുകയും ചെയ്യും. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എൻ്റെ അടുക്കൽ വരുവാനിടയായി. ഒരു കൊച്ചു കുഞ്ഞിനെയും എടുത്തുകൊണ്ടാണ് വരുവാനിടയായത്. ആ സഹോദരി വന്നിട്ട് പറയുകയാണ്, എനിക്ക് വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കണം. എൻ്റെ ഭർത്താവും ഞാനും തമ്മിൽ കലഹമാണ്, ഞങ്ങൾക്ക് ഒരുമിച്ച് പോകാൻ കഴിയില്ല, അതുകൊണ്ട് വിവാഹമോചനം നേടാൻ ആഗ്രഹിക്കുന്നു, അതിനുവേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ ചെയ്യുവാൻ ഒരിക്കലും പാടില്ല, നിങ്ങൾ സമാധാനത്തോടെ ആയിരിക്കുവാൻ പ്രാർത്ഥിക്കുക. അപ്പോൾ പറഞ്ഞു, അയാൾ അങ്ങനെയാണ്, ഇങ്ങനെയാണ്, അയാൾ ദുഷ്ടനാണ് എന്നൊക്കെ. അതുകൊണ്ട് ഇപ്പോൾ എന്താണ് ചെയ്യുന്നത്? ഞാൻ വിവാഹമോചനം ചെയ്തിട്ട് പഠിക്കാൻ തുടങ്ങുകയാണ്. അപ്പോൾ മാതാപിതാക്കളും വന്നു. എന്നോട് പറഞ്ഞു, എന്ത് ചെയ്യാനാണ് ബ്രദർ, എൻ്റെ മകളാണ്, പറഞ്ഞാൽ കേൾക്കുന്നില്ല, ഇവൾക്കാണ് ഇപ്പോൾ ഒരു കുഞ്ഞുമുണ്ട്, ഇവളുടെ ഭാവി എന്തായിത്തീരും, എങ്ങനെ ഈ പ്രശ്നത്തിൽ നിന്ന് വിടുതൽ പ്രാപിക്കണമെന്ന് ഞങ്ങൾക്ക് മനസ്സിലാകുന്നില്ല. ഈ പ്രശ്നത്തിൻ്റെ പരിഹാരം എന്താണ്? വിവാഹമോചനമാണോ? ഭാര്യ ഭർത്താക്കന്മാരുടെ ഇടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരം വിവാഹമോചനമാണോ? യേശുക്രിസ്തു വ്യക്തമായിട്ട് പറയാനിടയായി, ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരുവളെ വിവാഹം കഴിക്കുന്നവൻ വ്യഭിചാരം ചെയ്യുകയാണ്. ഉപേക്ഷിക്കപ്പെട്ടവളെ വിവാഹം ചെയ്യുന്നവനും വ്യഭിചാരം ചെയ്യുകയാണ്. കേട്ട ശിഷ്യന്മാർ പറഞ്ഞു, ഇതിനേക്കാൾ നല്ല വിവാഹം കഴിക്കാതിരിക്കുന്നതാണ്. എന്നാൽ അത് ദൈവത്തിൻ്റെ നിർണയപ്രകാരം അല്ലാതെ എടുക്കുവാൻ കഴിയുന്ന തീരുമാനമല്ല. കല്യാണം കഴിക്കാത്തവർക്ക് പ്രശ്നങ്ങളില്ലേ? കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞു, കല്യാണം കഴിച്ചാൽ പിന്നെ പ്രശ്നമാണ്, അതുകൊണ്ടാണ് കഴിക്കാത്തതെന്ന്. കല്യാണം കഴിക്കാതിരിക്കാമെന്ന് വെച്ചാലോ അതും വലിയ പ്രശ്നമാണ്. എന്താണ്, എന്നെ കെട്ടു എന്ന് പറഞ്ഞ പല പെണ്ണുങ്ങളും പുറകെ നടക്കുകയാണ്. അതിനേക്കാൾ നല്ലത് കല്യാണം കഴിക്കുന്നില്ലേ. അതുകൊണ്ടാണ് പറയുന്നത്, ദുർനടപ്പ് നടക്കുന്നത് കൊണ്ടാണ് കർത്താവ് അരുളി ചെയ്യുവാനിടയായത്, എല്ലാ സ്ത്രീകൾക്കും സ്വന്തം ഭർത്താവ് ഉണ്ടായിരിക്കണം, അതുപോലെ തന്നെ എല്ലാ പുരുഷന്മാർക്കും സ്വന്തം ഭാര്യയും ഉണ്ടായിരിക്കണമെന്ന്. മോഹം നിയന്ത്രിക്കാതെ ജീവിക്കുന്നതിനേക്കാൾ കല്യാണം കഴിക്കുന്നതാണ് നല്ലത്. ഇതെല്ലാം ബൈബിളിൽ പറയുന്നുണ്ട്, വേദപുസ്തകത്തിൽ പറയുന്നുണ്ട്. യൗവന മോഹങ്ങളെ നീ ഉപേക്ഷിച്ചു കളയണം. യൗവന മോഹങ്ങളെ വിട്ടോടി നീതിയും വിശ്വാസവും സ്നേഹവും ശുദ്ധഹൃദയത്തോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന എല്ലാവരോടും സമാധാനം ആചരിക്കാൻ പറയുന്നു. ഒരു സഹോദരി പറയുകയാണ്, ഞാൻ ഓടിപ്പോകാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്, എന്നാലും എൻ്റെ മോഹങ്ങൾ എന്നെ പിന്തുടർന്നുകൊണ്ടേയിരിക്കുന്നു. ദൈവത്തിന്റെ വചനം എന്ത് പറയുന്നു? വിട്ടോടുവാൻ പറയുമ്പോൾ എന്താണ് അത് എടുത്തുകൊണ്ട് ഓടുന്നത്? എന്താണ് പറയുന്നത്? യൗവനമോഹങ്ങളെ വിട്ടോടുക എന്നാണ് പറയുന്നത്. എങ്ങോട്ടാണ് ഓടേണ്ടത്? ലോകത്തിലേക്കല്ല, ദൈവത്തിന്റെ മക്കളുടെ ദൈവിക കൂട്ടായ്മ ഉള്ളിടത്തേക്കാണ് ഓടേണ്ടത്. പ്രാർത്ഥിക്കുന്നവരുടെ അടുത്തേക്കാണ് പോകേണ്ടത്. യേശുക്രിസ്തു എല്ലാ പ്രശ്നത്തിനുമുള്ളതായ പരിഹാരം ഒരുക്കി വെച്ചിട്ടുണ്ട്, നിർമ്മിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ നടപ്പാക്കിയിട്ടുണ്ട്. മനുഷ്യന്റെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളും പ്രതികൂലങ്ങളുമുണ്ട്. മുൻപോട്ട് പോവുകയാണെങ്കിൽ ചുഴി, പിറകോട്ട് പോവുകയാണെങ്കിൽ കുഴി. എന്താണ്? ഇസ്രായേൽ മക്കൾ വളരെ സന്തോഷത്തോടുകൂടി മിസ്രൈമിൽ നിന്ന് രക്ഷപ്പെട്ടു വന്നല്ലോ എന്ന് പറഞ്ഞ് സന്തോഷത്തോടെ സമാധാനത്തോടുകൂടി അവർ സന്തോഷത്തോടെ ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അപ്പോൾ ഫറവോനും സൈന്യവും അവരെ പിടിക്കുന്നതിന് വേണ്ടി ടകടാന്ന് വരികയാണ്. അയ്യോ വരുന്നുവെന്ന് പറഞ്ഞ സമയത്ത് ഓടുവാൻ അവർ ആരംഭിച്ചു. ഓടുവാൻ തുടങ്ങിയപ്പോൾ മുൻപിൽ എന്താണ്? ചെങ്കടലുണ്ട്, പിൻപിലാണെങ്കിൽ ഫറവോനും സൈന്യവും വരുന്നു. അവർ മോശയുടെ മുൻപിൽ വന്ന് നിലവിളിക്കാൻ തുടങ്ങി, എന്തിനാണ് ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? അവിടെ സുഖമായി ജീവിച്ചിരുന്നവരാണല്ലോ. അത് കേട്ട സമയത്ത് മോശയും നിലവിളിച്ചോ, എന്താണ് ചെയ്യേണ്ടത്? നമുക്ക് പോയി മരിക്കാം എന്ന് പറഞ്ഞു. മോശ ദൈവത്തോട് നിലവിളിച്ചു. ജനം മോശയോട് നിലവിളിച്ചപ്പോൾ മോശ ദൈവത്തോട് നിലവിളിച്ചു. ദൈവം എന്താണ് അരുളി ചെയ്തത്? നിന്റെ കയ്യിലുള്ള വടി നീ ഉയർത്തുക. അങ്ങനെ ഉയർത്തിയ സമയത്ത് 2 ഭാഗമായിട്ട് ചെങ്കടൽ മാറാനിടയായി. അങ്ങനെ ഉണങ്ങിയ നിലത്തൂടെ ഇസ്രായേൽ മക്കൾ നടന്നു. നിന്റെ ജീവിതത്തിലും ചില പ്രതികൂലങ്ങൾ ഉണ്ടാകാറുണ്ട്. പിന്നാലെ ശത്രു വരുന്നുണ്ടാവാം. ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായിരിക്കാം. അപ്പോൾ കരഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരു പ്രയോജനവുമില്ല. നീ അപ്പോൾ നിലവിളിക്കേണ്ടത് ദൈവത്തിന്റെ സന്നിധിയിലാണ്. അവനോട് നിന്റെ അവസ്ഥകളെ പറയുക. നിന്റെ പ്രതിസന്ധിയിൽ നിന്ന് വിടുവിക്കുവാൻ മതിയായ ദൈവമാകുന്നു നമ്മുടെ ദൈവം. നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഷോർട്ട് കട്ടുകൾ നോക്കേണ്ട കാര്യമില്ല. താൽക്കാലികമായ പരിഹാരം നൽകുന്നവനല്ല നമ്മുടെ കർത്താവ്. നിത്യമായ സ്നേഹത്താൽ നിന്നെ സ്നേഹിക്കുന്നവനായ കർത്താവ് പൂർണ്ണമായ വിടുതൽ നിനക്ക് നൽകുന്നതിന് വേണ്ടി മതിയായ കർത്താവാണ്. പ്രതികൂലങ്ങളില്ലേ? പ്രശ്നങ്ങൾ ഇല്ലേ? കഷ്ടത ഇല്ലേ? ദുഃഖങ്ങളില്ലേ?
കുഞ്ഞുങ്ങളുള്ളവർക്ക് ചെലവിന് കൊടുക്കാൻ വരുമാനമില്ല, വരുമാനവും പണവുമുള്ളവർക്ക് കുഞ്ഞുങ്ങളില്ല. എന്താണ്? മക്കളുള്ള ആളുകൾക്ക് അവരുടെ സ്കൂൾ ഫീസ് കൊടുക്കുന്നതിന് വേണ്ടി പണമില്ല. അടുത്ത മാസം ഫീസ് എങ്ങനെ കൊടുക്കുമെന്നാണ് പറയുന്നത്. LKG സ്റ്റുഡൻസിന് പോലും വലിയ ഫീസുകളാണ്. എത്ര ഫീസാണ്? LKG ക്ലാസ്സിൽ സ്റ്റുഡൻസിന് അഡ്മിഷൻ എടുക്കാൻ വേണ്ടി ലൈനിൽ നിൽക്കണം. ഇപ്പോൾ എൻ്റെ പിതാവ് എനിക്ക് മെഡിക്കൽ കോളേജ് അഡ്മിഷൻ എടുക്കുന്നതിന് വേണ്ടി പരിശ്രമിച്ചതായ സമയത്ത് 10,000 രൂപ ഡൊണേഷൻ കൊടുത്താൽ കിട്ടുമെന്ന് പറഞ്ഞ് എൻ്റെ പിതാവ് പരിശ്രമിച്ചു. അപ്പോൾ തന്നെ ഞാൻ മാനസാന്തരപ്പെടുവാനും ഇടയായി. ഡോക്ടറിന്റെ സീറ്റിന് വേണ്ടി 10,000 രൂപയാണ് കൊടുക്കേണ്ടത്. 30,000 40,000 നമ്മുടെ LKG സ്റ്റുഡൻസിന് കൊടുക്കേണ്ടത്. മക്കളെ നന്നായിട്ട് പഠിപ്പിക്കണമെന്ന് എല്ലാവർക്കും ആഗ്രഹമുണ്ട്. അതും നിങ്ങളുടെ ജീവിതത്തിലൊരു പ്രശ്നമല്ലേ? എന്താണ്? ഒരുപാട് പണമുള്ള ആളുകൾക്കാണെങ്കിൽ വയർ നിറച്ച് ഒരു ഗ്രാമത്തിൽ സുവിശേഷ വേല ചെയ്തതായ സമയത്ത് അവിടെ ആ നാട്ടിലെ പ്രസിഡന്റാണ്, ഒന്നും വിചാരിക്കരുത്, ഞങ്ങളുടെ വീട്ടിൽ ദയവ് ചെയ്ത് വന്നിട്ട് പോകണമെന്ന് പറഞ്ഞതനുസരിച്ച് അവരുടെ വീട്ടിലേക്ക് പോകുവാനിടയായി. അതിൻ്റെ ഗേറ്റ് കടന്നിട്ട് അകത്തേക്ക് കുറേ ദൂരം നടന്നു പോകണം. നടന്നു പോകുന്ന സമയത്ത് വലിയൊരു ബംഗ്ലാവ് മനോഹരമായി പണിതിരിക്കുന്നു. 100 കണക്കിന് ഏക്കർ വസ്തുവകകളുണ്ട്. അവർ വീട്ടിൽ ചെന്നപ്പോൾ ആ സഹോദരി വെളിയിലേക്ക് വന്നിട്ട് പറയാനിടയായി, ദേവദാസൻ, ഞങ്ങൾക്കെല്ലാം ഉണ്ട്, എന്നാൽ ഞങ്ങൾക്കൊരു ഉദരഫലമില്ല, ഇതെല്ലാം അനുഭവിക്കുവാനൊരു സന്തതിയില്ല. അതുകൊണ്ട് കർത്താവിനോട് ഒരു കുഞ്ഞ് ജനിക്കുന്നതിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞു. എന്താണത്? പ്രശ്നമല്ലേ? ഈ പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം ആരാണ്? യേശുക്രിസ്തു. ആ ശൂന്യംകാരത്തി വളരെ ഉത്തമയായിരുന്നു, എന്നാൽ അവൾക്ക് മക്കളില്ലായിരുന്നു. എന്നാൽ എലീശ അവൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്കൊരു പൈതലിനെ കൊടുത്തു. ഇന്ന് അനേകം ആളുകളുടെ പരാതി ഇതാണ്, പ്രാർത്ഥന വിഷയം ഇതാണ്, ഉദരഫലമില്ല. ആന്ധ്രയിൽ ചെല്ലുകയാണെങ്കിൽ പ്രാർത്ഥിക്കുന്നവരുടെ പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് ചോദിച്ചാൽ, കല്യാണം കഴിഞ്ഞിട്ട് 5 വർഷമായിരിക്കുന്നു, 6 വർഷമായിരിക്കുന്നു, 10 വർഷമായിരിക്കുന്നു, 13 മക്കൾ ഉണ്ടായിട്ടില്ല. പ്രാർത്ഥിക്കുക ദൈവദാസ. എനിക്കുള്ള വിശ്വാസം എന്താണെന്ന് വെച്ചാൽ 13 വർഷമായിട്ട് കുഞ്ഞുങ്ങളില്ലാതിരിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ കുഞ്ഞുങ്ങൾ ജനിക്കാനിടയാകും. അങ്ങനെയുള്ള ഒരുപാട് സാക്ഷ്യങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. മദ്രാസിലായിരുന്ന സമയത്ത് 12 വർഷം കഴിഞ്ഞ ആളുകൾ, 13 വർഷം വിവാഹം കഴിഞ്ഞിട്ടുള്ള ആളുകൾക്ക് കുഞ്ഞുങ്ങളുണ്ടായ ചരിത്രമുണ്ട്. വെറുതെ എന്ന് കരഞ്ഞുകൊണ്ട് പ്രയോജനമില്ല. മന്ത്രങ്ങളും മരുന്നും ചെയ്തുകൊണ്ട്, ദൃഷ്ടിയാണ്, കഷ്ടകാലമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജീവിതം വൃഥാവാക്കി കളയരുത്. മക്കൾ യഹോവ നൽകുന്ന അവകാശം, ഉദരഫലം അവൻ്റെ പ്രതിഫലം ആകുന്നു. ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഭാര്യയും ഭർത്താവും, നിങ്ങൾ രണ്ടുപേരും ഒരുമിച്ച് കർത്താവിനോട് എല്ലാ ദിവസവും, കർത്താവെ ഞങ്ങൾക്ക് മക്കളെ നൽകണമെന്ന് പ്രാർത്ഥിക്കുക. കർത്താവ് അത്ഭുതം ചെയ്യും. നമ്മുടെ ഭാരതത്തിൽ മക്കളുണ്ടാകുന്നില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ ഉപേക്ഷിച്ചിട്ട് വിവാഹം കഴിച്ചവർ എത്ര പേരുണ്ട്? മക്കളില്ല എന്ന് പറഞ്ഞ് ഭാര്യയെ നിന്ദിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. നിങ്ങൾക്കറിയാമോ അബ്രഹാമിന്റെ മകനായിരിക്കുന്ന ഇസ്ഹാക്കിനെ കുറിച്ച്? ഇസ്ഹാക്കിന്റെ ഭാര്യയായ റിബേക്കയ്ക്ക് മക്കളില്ലായിരുന്നു, മച്ചിയായ സ്ത്രീയായിരുന്നു. അപ്പോൾ ഇസ്ഹാക്ക് വേറെ വിവാഹം ചെയ്തോ? എന്താണ് ചെയ്തത്? ഇസ്ഹാക്ക് റിബേക്കയ്ക്ക് വേണ്ടി ദൈവത്തോട് പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവൾക്കൊരു പൈതലിനെ കൊടുത്തു. അതുകൊണ്ട് ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കേണ്ടതാണ്. നിന്റെ പ്രശ്നത്തിന് പരിഹാരം ബൈബിളിലുണ്ട്. ബൈബിളിലുള്ള കഥകൾ കെട്ടുകഥകളല്ല, അന്നത്തെ ജീവിത ചരിത്രങ്ങളാണ്. ഇന്നുള്ള നിന്റെ ജീവിതത്തിന് അടിസ്ഥാനമായിട്ട് ദൈവം വിശ്വാസത്തിനു വേണ്ടി അത് വിവരിച്ചു തന്നിരിക്കുകയാണ്. അതുകൊണ്ടാണ് ക്രിസ്ത്യാനികളോട് എപ്പോഴും പറയുന്നത്, നിങ്ങൾ ദയവായിട്ട് ബൈബിൾ വായിക്കണമെന്ന്. ബൈബിൾ വായിക്കുക. ആകാശത്തിലും ഭൂമിയിലുമുള്ള സകല വിഷയങ്ങളും നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ കഴിയും. ബൈബിൾ വായിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ നേരിടുന്ന സകല പ്രശ്നങ്ങൾക്കും പരിഹാരം നിങ്ങൾക്കതിൽ ലഭിക്കും. ദൈവത്തിന് അസാധ്യമായത് ഒന്നും തന്നെ ഇല്ല. എനിക്ക് അസാധ്യമായത് എന്തെങ്കിലുമുണ്ടോ? അബ്രഹാമിന് 100 വയസ്സായിരിക്കുന്നു, സാറയ്ക്ക് 90 വയസ്സായിരിക്കുന്നു. ആർക്കാണ് 90 വയസ്സായിരിക്കുന്നത്? സാറമ്മയ്ക്ക്. അവളുടെ ഗർഭപാത്രത്തിന്റെ ശേഷി നിലച്ചു പോയിരിക്കുന്നു. ദൈവം പറയുന്നു, എന്നാൽ കഴിയാത്തത് എന്തെങ്കിലും ഉണ്ടോ? എന്താണ്? ഒരു പ്രതീക്ഷയുമില്ലാതിരുന്ന സമയത്ത് ദൈവം അവരെ അനുഗ്രഹിച്ചൊരു കുഞ്ഞിനെ കൊടുക്കുവാനിടയായി. ഈ ദിവസവും നിന്റെ പ്രശ്നം എത്ര വലുതാണെങ്കിലും, അതെത്ര അസാധ്യമായി കാണപ്പെട്ടാലും അവയെ ചെയ്യുവാൻ കഴിയുന്നതായ നമ്മുടെ കർത്താവ്, അവൻ നിന്റെ കെട്ടുകളെ അഴിക്കുന്നവനാണ്. പിശാചിന്റെ ബന്ധനത്തിൽ നിന്ന് നിന്നെ വിടുവിക്കുന്ന ദൈവമാണ്. നിന്നെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനായ കർത്താവാണ്. നിങ്ങൾ ഭാരപ്പെടേണ്ട കാര്യമില്ല, ദുഃഖിക്കേണ്ട കാര്യമില്ല. നിങ്ങളെ വിടുവിക്കുന്നവനായ കർത്താവ് ഉള്ളതുകൊണ്ട് നിങ്ങൾ ലോകത്തിൽ ആശ്രയിച്ചുകൊണ്ട് പാപം ചെയ്തുകൊണ്ട് മുൻപോട്ട് പോകേണ്ട കാര്യമില്ല. കർത്താവ് ജീവിക്കുന്നു. നിങ്ങൾ കരയരുത്, കരയേണ്ട കാര്യമില്ല. ഇതാ യേശുക്രിസ്തു
നിങ്ങൾക്ക് വേണ്ടി ഇവിടെയുണ്ട്. സുവിശേഷത്തിന്റെ സത്യം എന്താണെന്ന് വെച്ചാൽ, ബന്ധിക്കപ്പെട്ടവരെ വിടുവിക്കുന്നതിന് വേണ്ടി, വീണുകിടക്കുന്നവരെ എഴുന്നേൽപ്പിക്കുന്നതിന് വേണ്ടി ഈ ലോകത്തിലേക്ക് ഞാൻ വന്നുവെന്ന് കർത്താവ് പറഞ്ഞു. യേശുവിൽ വിശ്വസിച്ചതിന് ശേഷവും നീ ഇപ്പോഴും ആ പാപബന്ധനത്തിൽ ആകുന്നുവെങ്കിൽ കർത്താവിനെ നീ രക്ഷകനായി അംഗീകരിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. നിനക്ക് വേണ്ടി യേശുക്രിസ്തു ഉണ്ട്, ഈ മുദ്ര അഴിക്കുവാൻ അവൻ യോഗ്യനാണ് എന്ന് പറഞ്ഞതായ സമയത്ത് അവൻ മുൻപോട്ട് വന്ന് ആ മുദ്ര അഴിക്കുന്നതും അതിനുശേഷം സ്വർഗത്തിൽ നടക്കുന്ന കാര്യങ്ങളും നമുക്കവിടെ കാണുവാൻ കഴിയും. നമുക്കതൊന്ന് വായിക്കാം. 9-ാമത്തെ വാക്യം വായിക്കാം. പുസ്തകം വാങ്ങുവാനും അതിൻ്റെ മുദ്ര പൊട്ടിപ്പാനും നീ യോഗ്യൻ. നീ അറുക്കപ്പെട്ടു, നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. ഞങ്ങളുടെ ദൈവത്തിന് അവരെ രാജ്യവും പുരോഹിതന്മാരും ആക്കിവെച്ചു. അവർ ഭൂമിയിൽ വാഴുന്നു എന്നൊരു പുതിയ പാട്ട് അവർ പാടുന്നു. നീ യോഗ്യനാണ്. നീ അറുക്കപ്പെട്ട് നിന്റെ രക്തം കൊണ്ട്, നീ അറുക്കപ്പെട്ടു നിന്റെ രക്തം കൊണ്ട് സർവഗോത്രത്തിലും ഭാഷയിലും വംശത്തിലും ജാതിയിലും നിന്നുള്ളവരെ ദൈവത്തിനായി വിലയ്ക്ക് വാങ്ങി. നിങ്ങൾക്കറിയാമോ, നമ്മൾ രക്ഷിക്കപ്പെട്ടതിന് ശേഷം നാം മനസ്സിലാക്കണം, നാം നമ്മുടെ സ്വന്തമല്ല. നാം യേശുവിന്റെ രക്തത്താൽ വില കൊടുത്ത് വാങ്ങിക്കപ്പെട്ട ആളുകളാണ്. ഞങ്ങളുടെ സഭയിൽ ഒരു ദിവസം ഒരു 10-25 ആളുകൾ ഹിന്ദി സംസാരിക്കുന്നവർ വരാനിടയായി. മധ്യപ്രദേശ് ആത്താഹും എന്നൊക്കെ പറഞ്ഞ സമയത്ത് മനസ്സിലായി, എങ്കിലും തിരിച്ച് സംസാരിക്കുവാൻ എനിക്ക് ഭാഷ വശമില്ലായിരുന്നു. അവർ 10-25 ആളുകളുണ്ടായിരുന്നു, സ്ത്രീകളും കുട്ടികളും പുരുഷന്മാരുമായിട്ട്. അവർ മധ്യപ്രദേശിലുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് കടന്നു വന്നവരാണ്. അവർ പറഞ്ഞു, ടി വിയിൽ കൂടിയാണ് അങ്ങനെ ഞങ്ങൾ കണ്ടിട്ടുള്ളത്, എന്നാൽ ഇപ്പോൾ നേരിട്ട് കാണാൻ സാധിച്ചത് വളരെ സന്തോഷം. അത് കേട്ടപ്പോൾ എനിക്കും ഒരുപാട് സന്തോഷമുണ്ടായി. അവർ ശുഭ സന്ദേശ് എന്ന TV ചാനലിൽ കൂടി അവർ കൽവറി ദർശൻ എന്ന പ്രോഗ്രാം കാണുന്ന വ്യക്തികളാണ്. ഹിന്ദി പ്രോഗ്രാമുകൾ നമ്മൾ സംപ്രേഷണം ചെയ്യുന്നുണ്ട്. അവർ 1.5 വർഷമായിട്ട് തുടർച്ചയായിട്ട് ആ TV പ്രോഗ്രാമുകൾ കാണുന്നവരാണ്. അവരെല്ലാവരും അത് കേട്ട് രക്ഷിക്കപ്പെടുവാനിടയായി. അവിടെ ഒരു സഭയായിട്ട് അവർ കൂടി വരുന്നു. അവരെല്ലാവരും ഒരുമിച്ച് മധ്യപ്രദേശത്ത് നിന്ന് ഇത്രയും ദൂരം ചെന്നൈക്ക് യാത്ര ചെയ്ത് വന്നിരിക്കുകയാണ്. അവർ സാക്ഷ്യം പറഞ്ഞു കേട്ടപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം വന്നു. ഓരോരോ ഭാഷക്കാരെയും ഓരോരോ ദേശക്കാരെയും കർത്താവ് നേടിയതിനെ ഓർത്തുകൊണ്ട് എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. ഞങ്ങൾക്ക് ഹിന്ദി പ്രോഗ്രാമുകൾ ചെയ്യുന്നുണ്ട് എങ്കിലും ഹിന്ദിയിൽ നിന്ന് അധികം ഫോൺ കോളുകൾ വരാത്തത് കൊണ്ട് ഹിന്ദി പ്രോഗ്രാമുകൾ നിർത്തിവെക്കുവാൻ ആഗ്രഹിച്ചതാണ്. എന്നാൽ ദൈവം അതിൻ്റെ തെളിവായിട്ടാണ് അവിടെ നിന്നും ഒരു സാക്ഷ്യമായി ഇവരെ കൊണ്ടുവന്നത്. അവർ ഒരു പാട്ട് പാടാനിടയായി. വളരെ മനോഹരമായിരുന്നു. അതിൻ്റെ രാഗവും താളവും ഒന്നുമല്ല ഞാൻ നോക്കിയത്, എന്നാൽ അവർ കണ്ണുനീരോടുകൂടി ഹൃദയത്തിൽ നിന്ന് ആത്മാവിൽ നിന്ന് പാടുകയായിരുന്നു. കണ്ണുനീരോടുകൂടി പ്രാർത്ഥിച്ച് പാടുവാനിടയായി. അത് കണ്ട സമയത്ത് എൻ്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാനിടയായി. ആ വ്യക്തികളെ കണ്ടപ്പോൾ മനസ്സിലായി, അവിടെ കർത്താവിനെ ആരാധിക്കുന്നതിൽ ഒരുപാട് എതിർപ്പുകൾ ഉള്ളതായ സ്ഥലമാണ്. മറ്റ് ദേശങ്ങളിലെ പോലെയുള്ളതായ സ്വാതന്ത്ര്യം അവർക്കവിടെ കർത്താവിനെ ആരാധിക്കുവാൻ കിട്ടുകയില്ല. അനേകർ എതിർക്കുന്നുണ്ട്. അങ്ങനെയുള്ള ദേശത്ത് നിന്ന് പോലും കർത്താവ് ആളുകളെ രക്ഷിക്കപ്പെടുന്നതിനെ ഓർത്ത് സന്തോഷിച്ചു. യേശുക്രിസ്തു എല്ലാവരുടെയും ദൈവമാണ്, സകല മനുഷ്യരുടെയും ദൈവമാണ്. എന്നാൽ ഈ ദിവസം യേശുവിന്റെ രക്തത്താൽ വിടുവിക്കപ്പെട്ടതായ ആളുകൾ യഥാർത്ഥമായി രക്ഷിക്കപ്പെട്ട് മാനസാന്തരപ്പെട്ടവരാണെങ്കിൽ, ഒരു മദ്യപാനി മാനസാന്തരപ്പെടുമ്പോൾ തീർച്ചയായും മറ്റൊരു മദ്യപാനിയുടെ അടുത്ത് ചെന്നിട്ട് ഈ മാനസാന്തരത്തെ പറ്റി പറയേണ്ടതല്ലേ? ഈ ദൈവത്തെക്കുറിച്ച്, ജീവിച്ചിരിക്കുന്നതായ ഈ ദൈവത്തെക്കുറിച്ച് സാക്ഷ്യം പറയേണ്ടതല്ലേ? ഒരു പാപി മാനസാന്തരപ്പെടുന്നതായ സമയത്ത് അവനും ചെന്നിട്ട് മറ്റുള്ള ആളുകളോട്, പാപത്തിൽ കിടക്കുന്നവരോട് പറയേണ്ടതല്ലേ? ഇന്ന് യേശുവിന്റെ രക്തം വൃഥാവാകാതിരിക്കണമെങ്കിൽ ആ രക്തത്താൽ നാം കഴുകപ്പെടുക മാത്രമല്ല, അനേകം ഭാഷകളിലുള്ളവർ, അനേക ദേശത്തുള്ള ആളുകളെയെല്ലാം അവൻ രക്തം കൊടുത്ത് വിലയ്ക്ക് വാങ്ങാനിടയായി. അവരെല്ലാവരും ഈ ജീവനുള്ള ദൈവത്തെ അറിയേണ്ടത് ആവശ്യമാണ്. സ്വർഗം എങ്ങനെയുണ്ടെന്ന് ചോദിച്ചാൽ, ഏതു ദേശക്കാരാണ്, ഏത് ഭാഷക്കാരാണ്, ഏത് മതവിഭാഗക്കാരാണ് അവിടെ ഉള്ളതെന്ന് ചോദിച്ചാൽ, സ്വർഗത്തിൽ ആരാണ് വസിക്കുന്നത്? വിവിധ രാജ്യങ്ങളിലുള്ളവർ, പാകിസ്ഥാൻകാർ, അഫ്ഗാനിസ്ഥാൻകാർ, ജപ്പാനിലുള്ളവർ. നിങ്ങൾക്കറിയാമോ സ്വർഗത്തിൽ ഏതൊക്കെ രാജ്യക്കാരുണ്ട് എന്ന്? ഒരുപാട് ജനങ്ങൾ രഹസ്യമായിട്ട് അണ്ടർഗ്രൗണ്ടിൽ ആരും അറിയാതെ കർത്താവിനെ ആരാധിക്കുന്നവരുണ്ട്. മുറികളിൽ മാത്രം ഇരുന്ന് ആരാധിക്കുന്നവരുണ്ട്. കർത്താവിന് വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നാൽ മാറാത്ത ആളുകളെ കാണാം. എന്നാൽ ഇന്ന് നമ്മുടെ ഭാരതത്തിൽ നോക്കുമ്പോൾ, ആന്ധ്രാപ്രദേശിലും അതുപോലെ നമ്മുടെ തമിഴ്നാട്ടിലുമൊക്കെ നോക്കുകയാണെങ്കിൽ, യേശു കർത്താവിനെ ആരാധിക്കുന്നതിൽ ഇത്രമാത്രം സ്വാതന്ത്ര്യം നാം കാണുന്ന സമയത്ത് എന്തുകൊണ്ടാണ് ആ അവസരങ്ങൾ ഉപയോഗിക്കാതെ നാമധേയ ക്രിസ്ത്യാനികളായിട്ട് മാത്രം നാം ഒതുങ്ങിപ്പോകുന്നത്? രക്ഷിക്കപ്പെട്ടു എന്ന് ഉറപ്പില്ലാത്ത എല്ലാ വ്യക്തികളും ഒരു തീരുമാനമെടുക്കേണ്ടതുണ്ട്. യേശുവേ, ഈ ദിവസം എൻ്റെ ഹൃദയത്തിലേക്ക് വരണമേ.
എൻ്റെ പ്രശ്നം ഇതാണ്, ഇതുകൊണ്ടാണ് ഞാൻ സഭയിൽ ആരാധിക്കുവാനായിട്ട് വരാത്തത്. കടഭാരമുണ്ട്, വോട്ട് ചെയ്യണം. എന്തുകൊണ്ടാണ് സഭയിൽ വരാത്തത്? എനിക്ക് മാനസികമായി വളരെ ദുഃഖമാണ്. എന്തുകൊണ്ടാണ് സഹോദരി ദൈവത്തിന്റെ ആലയത്തിൽ ആരാധിക്കാൻ വരാത്തത്? എൻ്റെ വീട്ടിലെപ്പോഴും വഴക്കാണ്, എനിക്കതുകൊണ്ട് കഴിയില്ല എന്ന് പറയുന്നവരെ കണ്ടിട്ടില്ലേ? നിന്റെ ജീവിതത്തിൽ ഏതെങ്കിലും ഒരു പ്രശ്നത്തിലോ പ്രതികൂലത്തിലോ നീ കുടുങ്ങി കിടക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ അവയിൽ നിന്നെല്ലാം വിടുവിക്കുവാൻ കർത്താവ് ഇന്ന് ഒരുക്കത്തോടെയായിരിക്കുന്നു. നിങ്ങൾ കരയുമോ? നിങ്ങൾ കരയുമോ? ലോകപ്രകാരമുള്ള കാര്യങ്ങൾക്ക് വേണ്ടിയുള്ളതല്ല, ആഹാരത്തിന് വേണ്ടി, വസ്ത്രത്തിന് വേണ്ടി, സുഖസൗകര്യങ്ങൾക്ക് വേണ്ടി ജനം കരഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്. എന്നാൽ ലോകപ്രകാരമുള്ളതായ ദുഃഖം നമുക്ക് മരണം വരുത്തി വയ്ക്കുകയാണ്. എന്നാൽ ദൈവത്തിന്റെ ഹിതപ്രകാരമുള്ളതായ ദുഃഖം നമുക്ക് മാനസാന്തരം നൽകുന്നു. ഈ വചനം നമുക്ക് വായിക്കാം. ഞാൻ പറയട്ടെ, ആരും തന്നെ ഈ ദിവസം മാനസാന്തരപ്പെടാതെ ഇവിടെ നിന്ന് കടന്നു പോകാൻ പാടില്ല. നിങ്ങളുടെ ഹൃദയം കർത്താവിനെ ഏൽപ്പിക്കാതെ പോകരുത്. നിങ്ങളുടെ പ്രതികൂലത്തിൽ നിന്നും വിടുതൽ പ്രാപിക്കാതെ നിങ്ങൾ ഇവിടെ നിന്ന് കടന്നു പോകരുത്. ഇത് നല്ല ഒരു അവസരമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം കൊണ്ടുവരുവാൻ, വലിയൊരു അത്ഭുതം ചെയ്യുന്നതിന് വേണ്ടി കർത്താവ് ആഗ്രഹിക്കുന്നു. അവൻ അതിനുവേണ്ടി മതിയായ ദൈവമാകുന്നു, മറക്കരുത്. 2 കൊരിന്ത്യർ 7:10 ദൈവഹിതപ്രകാരമുള്ള ദുഃഖം അനുതാപം വരുത്താത്ത മനസ്സാന്തരത്തെ രക്ഷയ്ക്കായി ഉളവാക്കുന്നു. ലോകത്തിന്റെ ദുഃഖമോ മരണത്തെ ഉളവാക്കുന്നു. ദൈവഹിതപ്രകാരം നിങ്ങൾക്കുണ്ടായ ഈ ദുഃഖം എത്ര ഉത്സാഹം, എത്ര പ്രതിവാദം, എത്ര നീരസം, എത്ര ഭയം, എത്ര വാഞ്ച, എത്ര എരിവു, എത്ര പ്രതികാരം നിങ്ങളിൽ ജനിപ്പിച്ചു. ഈ കാര്യത്തിൽ നിങ്ങൾ നിർമ്മലന്മാർ എന്നു എല്ലാവിധത്തിലും കാണിച്ചിരിക്കുന്നു. ലോക ദുഃഖങ്ങൾക്ക് വേണ്ടി നാം കരയുകയാണ് എങ്കിൽ അത് മരണം വരുത്തി വയ്ക്കുകയാണ് ചെയ്യുന്നത്. എന്നാൽ കർത്താവിന്റെ സന്നിധിയിൽ പശ്ചാത്താപത്തോടുകൂടി പരിശുദ്ധാത്മാവ് നമ്മെ പ്രേരിപ്പിക്കുന്ന സമയത്ത് നാം കണ്ണുനീര് ഒഴുക്കുകയാണെങ്കിൽ നമ്മുടെ ജീവിതത്തെ പ്രതികൂലത്തിൽ നിന്നും, ദുഃഖത്തിൽ നിന്നും, പ്രതിസന്ധിയിൽ നിന്നും, ഞെരുക്കത്തിൽ നിന്നും വിടുവിക്കുവാൻ മതിയായ ഒരു ദൈവം ഇത് കാണുന്നുണ്ട്. അവൻ ശ്രദ്ധിച്ച് നമ്മുടെ പ്രാർത്ഥന കേൾക്കാനിടയാകും. അവൻ നമ്മോടൊപ്പം ആയിരിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. കാൽവരി ക്രൂശിലെ യാഗത്തിൽ കൂടി നമ്മുടെ ജീവിതത്തിലെ സകല ബന്ധനങ്ങളെയും അവൻ അഴിച്ച് നമുക്ക് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുകയാണ്. ഈ ദിവസം ഇവിടെ പ്രാർത്ഥിക്കുന്ന സമയത്ത് നിങ്ങൾ എല്ലാവരും എന്നോടൊപ്പം ചേർന്ന് തന്നെ പ്രാർത്ഥിക്കണം. നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു അത്ഭുതം ഇപ്പോൾ സംഭവിക്കാൻ പോവുകയാണ്. അല്പസമയം മാത്രമേ നാം പ്രാർത്ഥിക്കുന്നുള്ളൂ. നിങ്ങളുടെ ഹൃദയത്തിൽ ദൈവത്തിന്റെ സമാധാനം വരാൻ പോവുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നവും പ്രതികൂലവും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിന്റെ വിടുതൽ വരുവാൻ പോവുകയാണ്. അതുകൊണ്ട് ഈ സമയം എല്ലാവരും കണ്ണുകൾ അടച്ചുകൊണ്ട് തലകളെ വണക്കിക്കാട്ടെ, പ്രാർത്ഥിക്കാം. പ്രാർത്ഥന. പരിശുദ്ധനായ സ്നേഹമുള്ള പിതാവേ, കരങ്ങൾ ഉയർത്തിക്കൊണ്ട് വേദനയോടെ പ്രാർത്ഥിക്കുന്ന എല്ലാവരുടെയും കരങ്ങളെ നീ ഇന്ന് പിടിക്കണമേ കർത്താവേ. എന്നെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്, എൻ്റെ ജീവിതത്തെ സമർപ്പിക്കുകയാണ്. നീ എന്നെ മകനായി തീർത്ത ദൈവമാണല്ലോ. രക്തം കൊടുത്തെന്നെ വിലയ്ക്ക് വാങ്ങിയതാണല്ലോ. ലോകത്തിൽ വിശ്വസിച്ച് ഞങ്ങൾ വീണുപോയിരിക്കുന്നു, ലോകത്തിൽ വിശ്വസിച്ച് നഷ്ടപ്പെട്ടിരിക്കുന്നു. ഇതാ നിനക്ക് വേണ്ടി ഞങ്ങളെ സമർപ്പിക്കുകയാണ്. ഈ ലോകത്തിന്റെ മോഹങ്ങളിൽ ജീവിച്ചതുകൊണ്ട് ഞങ്ങളുടെ ജീവിതം വീണുപോയിരിക്കുകയാണ്, പരാജയപ്പെട്ടിരിക്കുകയാണ്. ഇതാ എൻ്റെ ഹൃദയദൃഷ്ടി ഇന്ന് പ്രകാശിച്ചിരിക്കുകയാണ്. നീ മാത്രം മതി ഞങ്ങൾക്ക് ആശ്രയമായിട്ട്. ദാവീദ് പറഞ്ഞതുപോലെ, ഈ ലോകത്തിൽ എനിക്ക് ആശ്രയം നീ മാത്രമേ ഉള്ളൂ ദൈവമേ. ഞങ്ങളുടെ ജീവിതത്തിലും ഈ ദിവസം ആ തീരുമാനം എടുത്തുകൊണ്ട് മുൻപോട്ട് പോവുകയാണ്. എൻ്റെ യേശുവുണ്ട് എനിക്ക്, അവൻ എന്നെ വിടുവിക്കും. എൻ്റെ യേശു എനിക്കുണ്ട്, അവൻ എന്നോട് ക്ഷമിക്കും. എൻ്റെ സകല പ്രശ്നങ്ങളിൽ നിന്നും വിടുവിക്കുന്നവനായ രക്ഷിക്കുന്ന യേശു എനിക്കുണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ഇവിടെ നിന്ന് കടന്നു പോകാൻ നീ ഞങ്ങളെ സഹായിക്കണമേ. നിന്റെ അനുഗ്രഹത്താൽ നിന്റെ മക്കളെ അയക്കണമേ. മക്കളില്ലാത്തതിനാൽ ഭാരപ്പെടുന്ന ആളുകളുണ്ട്. അങ്ങനെ വേദനിക്കുന്ന ആളുകളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ നസറേനായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അടയ്ക്കപ്പെട്ട ഗർഭങ്ങളെല്ലാം തുറക്കുവാനിടയാകട്ടെ. ദൈവം കരുണ കാണിച്ചു എന്നുള്ളതായ വിശ്വാസത്തോടെ കടന്നു പോകുവാൻ, വരുന്ന വർഷം കുഞ്ഞിനെയും എടുത്തുകൊണ്ടുവന്ന ദൈവത്തിന്റെ സന്നിധിയിൽ സാക്ഷ്യം പറയുവാനായിട്ട് നീ ഒരു അത്ഭുതം ചെയ്യുമാറാകണമേ കർത്താവേ. അനേകരുടെ കണ്ണുനീർ തുടച്ച് ദൈവിക സമാധാനം ഹൃദയങ്ങളിൽ കൊടുക്കുമാറാകണമേ എന്ന് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവേ, ആമേൻ. യേശുവേ 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 നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. നിന്നെ നിന്നെ എന്നും ഞാൻ സേവിക്കും. നീ മാത്രം രാജാവെന്നും. യേശുവേ 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 യേശുവേ
യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ യേശുവേ